മാധ്യമങ്ങളിലെല്ലാം വാർത്ത ആലപ്പുഴയിൽ കണിച്ചിക്കുളങ്ങരയിൽ വാഹനാപകടം 3 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നു. 24 മണിക്കൂറിൽ കൂടുതൽ ആ വാർത്ത ഓടുകയും ചെയ്യുകയുണ്ടായി. പക്ഷേ 24 മണിക്കൂർ കഴിഞ്ഞ് ഒരു ദിവസത്തിനപ്പുറം ഈ ഹിമാലയ ഗ്രൂപ്പിൻ്റെ തന്നെ ലീഗൽ അഡ്വൈസറായിരുന്ന ഒരു അഭിഭാഷകൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി, അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു. അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി പറയുന്ന കാര്യങ്ങളാണ് ഈ കേസിൻ്റെ അടിസ്ഥാനം. അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു, കണിച്ചിക്കുളങ്ങരയിൽ കഴിഞ്ഞ ദിവസം നടന്നത് ഒരു അപകടമല്ല, അതൊരു കൊലപാതകമാണ്, ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കൊലപാതകമാണ്. അത് നടപ്പാക്കിയത് ഹിമാലയ ഗ്രൂപ്പാണ്. ഹിമാലയ ഗ്രൂപ്പിൻ്റെ സജിത്തും ബിനീഷുമാണ് ഇത് നടപ്പാക്കിയത്. കാരണം സജിത്തും ബിനീഷും രമേശും തമ്മിൽ ദീർഘകാലമായി വിദ്വേഷവും പകയുമുണ്ട്. സജിത്തിൻ്റെയും ബിനീഷിൻ്റെയും ഹിമാലയ ഗ്രൂപ്പിനെതിരെ എവറസ്റ്റ് എന്ന് പറയുന്ന കൊടുമുടിയുടെ പേരിട്ടുകൊണ്ട് ഒരു ചിട്ടി ഗ്രൂപ്പ് നടത്തുകയും ഹിമാലയ ഗ്രൂപ്പിലെ ചിറ്റാളന്മാർ ഇവിടുത്തെ ചിട്ടി ക്യാൻസൽ ചെയ്തുകൊണ്ട് അവിടേക്ക് എവറസ്റ്റിലേക്ക് കൂടുതൽ നിക്ഷേപകർ അവിടേക്ക് കൂടുതൽ ആകർഷിക്കുന്ന പദ്ധതികൾ ഉള്ളതിനാൽ അങ്ങോട്ട് പോവുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ സംഭവം നടന്നത് എന്ന് പറയുന്നു. തുടർന്ന് തൊട്ടു പിന്നാലെ തന്നെ ബിനീഷും സജിത്തും ഒളിവിൽ പോയി. ബാക്കിയുള്ള പ്രതികൾ മൃഗം സാജു, പിന്നെ ഡ്രൈവർ ഉണ്ണി, എല്ലാവരും തന്നെ ഇടിച്ച ഉണ്ണി അപ്പം തന്നെ ഒളിവിൽ പോയി.